May I come in, sir? Take a step into the heaven. Look around the scene, even I have a bit. I'm walking along the tank and losing my mind. I'm bracing the madness. My devils, they whisper in my ear. Laughing and knowing all my fears. I'm living in a nightmare. Come. ഇതാണ് സ്റ്റീഫൻ, നമ്മുടെ തെവിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. എന്താടാ ഇത്ര ധൃതി വെച്ച് നീ എന്നെ വിളിപ്പിച്ചത്? എടാ, വാട്സപ്പിൽ ഞാൻ നിനക്കൊരു നമ്പർ അയച്ചു തന്നിട്ടുണ്ട്. അതൊരു വണ്ടി നമ്പറാണ്, ഏതോ ഒരു ഡ്രാമ ട്രൂപ്പിന്റെ നമ്പരാ. ആ വണ്ടിയിൽ ഞാൻ ജിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. അത്രയ്ക്ക് അർജന്റാണ്. ജിയ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വാട്ട്? ജിയെ പോലൊരു പെൺകുട്ടിയോ? അതേടാ, ജിയെ പോലൊരു പെൺകുട്ടി. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരാഴ്ച മുന്നേ കുക്കി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവനവന്റെ മമ്മിയെ കണ്ടെന്ന്. അന്നൊന്നും ഞാൻ അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ഇന്നെന്റെ കൺമുന്നിൽ അവള് പെട്ടെന്ന് വന്ന് മറഞ്ഞു പോയതുപോലെ. എനിക്ക് ഏതാണെന്നുള്ള സത്യാവസ്ഥ അറിയണം. പ്ലീസ് ഡേവിഡ്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ. റിലാക്സ് ഡാ ദേവി. എന്തായാലും ജിയ അല്ലെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ ജിയയുടെ മുഖച്ചായുള്ള വേറെ ഏതോ ഒരു പെൺകുട്ടി. ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് നിന്റെ മുന്നിൽ എത്തിയിരിക്കും. ട്രസ്റ്റ് മീ. പിന്നീടുള്ള ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളായിട്ടാണ് തെവിക്ക് ഫീൽ ചെയ്തത്. രാത്രി ഏറെ വൈകിയിട്ടും തെവി ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയതേയില്ല. ജാനറ്റും എബ്രഹാമും മാറി മാറി കോൾ ചെയ്തിട്ടും തെവി അത് അറ്റൻഡ് ചെയ്യാൻ കൂട്ടാക്കിയതേയില്ല. കാരണം ഇതിനിടയിൽ ഡേവിഡ് എങ്ങാനും കോൾ ചെയ്താൽ തനിക്ക് ആ കോൾ മിസ്സാകുമോ എന്ന ഭയം അവനിൽ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ ക്യാബിൻ ഡോർ വലിച്ചു തുറന്ന് ഡേവിഡ് അകത്തേക്ക് വരുന്നത്. എന്തായി? ഫുൾ ഡീറ്റെയിൽസും കിട്ടി. ഫസ്റ്റ് തന്നെ നിന്നെ സർപ്രൈസ്ഡ് ആക്കുന്ന ഒരു കാര്യം പറയാം. ഇറ്റ്സ് നോട്ട് എ ഗേൾ, ഇറ്റ്സ് എ ബോയ്. വാട്ട്? യെസ്, ഐസക് ന്യൂട്ടൺ. അതാണ് അവന്റെ ഫുൾ നെയിം. ഐഷു എന്നെല്ലാരും ചെല്ലത്തോടു കൂടി വിളിക്കും. അവന് വീട്ടിൽ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. നാടകങ്ങളിൽ പെൺവേഷം ചെയ്യുന്നത് കൊണ്ടാണ് നീ അവനെ പെണ്ണായിട്ട് കാണാൻ ഇടയായത്. വാട്ട്? ഇറ്റ്സ് എ ബോയ്. കണ്ടിട്ട് പക്ഷേ ജിയെ പോലെ ഇരുന്നല്ലോ. യെസ്, ഞാനും ജിയെ പോലെ ഒരു പെൺകുട്ടിയാണ് അന്വേഷിച്ച് ചെന്നത്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അവൻ ജിയെ പോലെ തന്നെയായിരിക്കുന്നത്. അവൻ ആൺവേഷത്തിൽ നിന്നാലും പെൺവേഷത്തിൽ നിന്നാലും ജിയയുടെ എവിടെയൊക്കെയോ ചായയുണ്ട്. അവനൊരു അമ്മ മാത്രമേ ഉള്ളെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരുപാട് കടബാധ്യതകൾക്ക് നടുവിലാണ് അവരിരുവരും ജീവിക്കുന്നത്. അമ്മ സ്വന്തം അമ്മയല്ല, അവനെ ദത്തെടുത്ത് വളർത്തുവാണെന്ന ഒരു ഇതുകൂടി ഞാൻ കേട്ടു. സത്യമാണോ ഇല്ലയോ എന്നൊക്കെ അവരോട് ഡയറക്റ്റ് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് നിനക്ക് വേണോ? മതി, ഇത് കേട്ടപ്പോ തന്നെ തൃപ്തിയായി. വളരെ വൈകി വീട്ടിലേക്ക് കയറി ചെന്ന തെവിയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ജാനറ്റും എബ്രഹാമും. മോനെ, എന്താണ് നീ താമസിച്ചത്? ഇതുവരെ നിങ്ങൾ ഇരുവരും ഉറങ്ങിയില്ലേ? സമയം ഒരുപാട് കഴിഞ്ഞല്ലോ. നീ എന്താ ഫോൺ ചെയ്തിട്ട് ഫോൺ എടുക്കാൻ മടിക്കുന്നത്? നിനക്കൊന്ന് റിപ്ലൈ തന്നാൽ എന്താ? ഞങ്ങൾ എന്ത് ടെൻഷൻ അടിച്ചെന്നറിയാവോ? ഇതിന്റെ കൂടെ ഈ കുഞ്ഞിന്റെ ബഹളവും ഒച്ചയും കരച്ചിലും ഒക്കെ ഭ്രാന്ത് പിടിപ്പിച്ച് കളഞ്ഞു. അവനെന്താ? എന്താണെന്ന് നിനക്കറിയില്ലേ? എന്നോട് ജാനറ്റ് എല്ലാം പറഞ്ഞു. നിങ്ങൾ വഴി വെച്ച് ജിയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ടെന്ന്. ആ പെൺകുട്ടിയെ കണ്ടെന്ന പേരും പറഞ്ഞ് അവനെ മമ്മിയെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോഴും ഒന്നും കഴിക്കാതെ ആ കുഞ്ഞ് കിടന്നുറങ്ങുന്നത്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും ഈ ചെറുക്കൻ. ഡാഡി, ഇറ്റ്സ് നോട്ട് എ ഗേൾ, ഇറ്റ്സ് എ ബോയ്. ഒരു നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. പെൺവേഷം കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഡേവിഡ് പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം തന്റെ മമ്മിയോടും ഡാഡിയോടും തെവിൻ വിവരിച്ചു കൊടുത്തു. കേട്ട ശേഷം
ഒരത്ഭുതത്തോടുകൂടി ഇരുവരും ഒന്നും മിണ്ടാതെ ഇരുന്നു. കണ്ട, പക്ഷേ ആൺകുട്ടിയാണെന്ന് പറയുകയില്ല. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ജിയ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. പക്ഷെ ഡേവിഡ് കള്ളം പറയില്ലല്ലോ മമ്മി. ഞാനൊന്ന് കുക്കിയെ നോക്കിയിട്ട് വരട്ടെ. ദേവി നേരെ കുക്കി കിടക്കുന്ന റൂമിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. കുക്കി ഉറങ്ങുന്നത് കണ്ടിട്ടാണ് ദേവി മുറിയിലേക്ക് ചെല്ലുന്നത്. പെട്ടെന്ന് തന്നെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതുകൊണ്ടാവാം കുക്കി കണ്ണുകൾ തുറന്നു. എന്റെ മമ്മിയെ കൂട്ടിക്കൊണ്ടുവരാതെ പപ്പയോട് ഞാൻ ഇനി മിണ്ടില്ല. കുക്കി, ഞാൻ പറയുന്ന നീയാണ്. എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും നാളും എന്റെ മമ്മിയെ എന്നിൽ നിന്ന് അകറ്റിയത് പപ്പ ഒരാളാണ്. എനിക്കിനി പപ്പയുടെ മുഖം കാണുകയേ വേണ്ട. എന്റെ മമ്മി വന്നില്ലെങ്കിൽ ഞാൻ ചത്തുപൊക്കോട്ടെ. അത് കേട്ടതും ദേവി ദേഷ്യത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വാതിൽ വലിച്ചടച്ചു. ഇത് കണ്ടുകൊണ്ടാണ് ദേവിയുടെ അച്ഛനും അമ്മയും മുന്നോട്ട് വരുന്നത്. എന്താടാ? ഇനി എന്താവാനാ? എല്ലാരും കൂടി എന്നെ ഭ്രാന്തനാക്കും. വളരെ ദേഷ്യത്തോടുകൂടി തന്റെ റൂമിലേക്ക് പോകുന്ന ദേവിനെ ഇരുവരും നിസ്സഹായതയോടെ നോക്കിക്കൊണ്ടു നിന്നു. പിറ്റേന്ന് രാവിലെ മാക്രിയോടി ഐശുവിന്റെ വീട്ടിലെത്തുന്നു. ഡാ ഐഷു, ഡാ വാതില് തുറക്കടാ. അമ്മച്ചി, വാതില് തുറക്ക്. ഓ, ആരാണോ ഈ രാവിലെ തന്നെ? എന്താടാ പുല്ലേ? എടാ, ഒരു ന്യൂസ് ഉണ്ട്, അത് അറിയാനായി വന്നത്. ഈ കിടന്ന് വെപ്രാളം പിടിക്കാതെ കാര്യം പറയടാ. ഏതവനാടാ ഈ കൊച്ചു വെളുപ്പാങ്കാലത്തിന് മനുഷ്യന് മനസമാധാനം കളയാനായിട്ട്? എടാ മാക്രി, നിനക്ക് വേറൊരു പണിയില്ലേ രാവിലെ തന്നെ? അയ്യോ അയ്യോ, സോറി അമ്മച്ചി, സന്തോഷം കൊണ്ട് ഓടി വന്നതാ. സോറി. ഞാനേ ഇവനോട് ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. എടാ, നമുക്കൊരു കോൾ ഒത്തിട്ടുണ്ട്. എന്ത് കോള്? എടാ, ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരു സാറ് ഇന്നലെ നമ്മുടെ നാടക ട്രൂപ്പിന്റെ ആശാന്റെ അടുത്ത് വന്നായിരുന്നു. ആശാനാ എന്നോട് ഇന്ന് രാവിലെ തന്നെ വിവരം വിളിച്ചു പറഞ്ഞത്. കേട്ടപ്പോ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല അളിയാ. ഞാനതാ ഓടി നിന്റെ അടുത്തോട്ട് വന്നത്. സിനിമയിലാ? നമ്മളാ? ആളിയാ, നമ്മള് സിനിമയിൽ അഭിനയിക്കാൻ? എന്നതാടാ മക്കളെ സിനിമയിലാ? സത്യായിട്ടും? മോനെ, നമ്മളെ രക്ഷപ്പെട്ടടാ. അതെ അമ്മച്ചി, നമ്മളെ രക്ഷപ്പെട്ട്. എടാ, എന്നാടാ ഇതിന്റെ വല്ല ഡീറ്റെയിൽസും അറിയാവോ? എടാ, അതല്ലേ അതിലും വലിയ സർപ്രൈസ്. അയാളെങ്ങാണ്ട് നമ്മുടെ ആശാനെ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് രാവിലെ 10 മണിക്ക് ഏതോ ഒരു ഓഫീസിന്റെ പേര് പറഞ്ഞടാ. ആ ഓഫീസിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. ഓഫർ വന്നത് നിനക്കാണ്, പക്ഷെ ഞാനും കൂടി എങ്ങനെയെങ്കിലും ഒരു ചാൻസ് ഒപ്പിക്കോളിയാ. കിട്ടിയാ നമ്മള് 2 പേര് രക്ഷപ്പെട്ട്. എടാ, നിനക്ക് കിട്ടുവാണെ എന്റെ കാര്യം കൂടി ഒന്ന് ആക്കണേടാ. ആദ്യമേ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയട്ടെ. ഇപ്പൊ നീ വിളിച്ച് പറഞ്ഞപ്പോ എന്റെ തലയിൽ കിളിയൊക്കെ പറന്നു പോയി അളിയാ. എടാ, സമയം കളാട്ട, നീ പോയി വേഗം റെഡിയാവും. അവര് 10 മണിക്കെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് നേരത്തെ തന്നെ പോണം. അങ്ങനെ ചാൻസ് ഒന്നും വിട്ടുകളയാനൊക്കത്തില്ല. ഈശ്വരനായിട്ട് കൊണ്ടുവന്ന ഒപ്പിച്ച് തന്നതാ. മൂർഖം പാമ്പിനെയാണോ ചവിട്ടിയത്? അത് ഡേവിഡ് സാറ് കമ്മ് പറഞ്ഞായിരുന്നു ടുഡേ 10 മിണ്ടാതിരിയുടെ പട്ടി. Could I speak to Mr. David? We have an appointment. Oh, may I know your name please? My name is Isaac Newton. This is my friend. Oh, I know.
ദിസ് വേ സാർ, പ്ലീസ്. സോറി മാർക്കോസ്. ഓ തൊലച്ച്. കുറച്ച് ഓടിച്ചേരുന്നത് ആദ്യം പറഞ്ഞ പേര് തന്നെയാ. അത് തന്നെ അപ്പനാണോ? വാട്ട്? അല്ല, അപ്പ പറഞ്ഞതേ ഉള്ളു. സോറി സാർ. ആവശ്യം പല കിഡ്നി എങ്ങാനും ചോദിക്കാനാണോടാ? നോ വേ. വാട്ട്? എന്താ നിങ്ങൾ പറഞ്ഞേ? അല്ല, പല അവയവ കച്ചവടത്തിനാണെങ്കിൽ ഞാനില്ല സാർ. ഹേയ് റിലാക്സ്, അതിനൊന്നുമല്ല. വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് കാര്യം എന്നൊക്കെ അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. പ്ലീസ് ഫോളോ മീ. ഡെവിൻ, അകത്തേക്ക് വരാമോ? കമേൻ. ഡേവിഡിന് പിന്നാലെ കയറി വരുന്ന ഐസക്കിനെ കണ്ടെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡേവിൻ. എന്തോ എവിടെയോ കുഴപ്പം ഉണ്ടടാ. ഉണ്ട്. മിണ്ടാതിരിയുടെ പട്ടി. സാർ, ശേഷമാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത്. എടാ, ഇവര് കൊള്ള സങ്കേതത്തിൽപ്പെട്ട ആൾക്കാരെന്നാ തോന്നുന്നത്. ഒന്ന് സൂക്ഷിക്കുന്നതാണ് ഐഷു. ഡമാക്രി, ആ ഡോർ ഭാഗത്ത് പോയി നിന്നോ. എന്തെങ്കിലും പ്രശ്നമുണ്ടെ അപ്പോ ഓടണം, കേട്ടല്ലോ? എന്താണ് രണ്ടുപേരും കൂടെ ഒരു രഹസ്യം പറച്ചില്? ലീവ് ഇറ്റ്. എനിവേ, വിളിപ്പിച്ച കാര്യത്തിലേക്ക് കടക്കാം. മിസ്റ്റർ ഐസക് ന്യൂട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? താൻ എന്തിനാണ് ഇങ്ങനെ പാനിക്കാവുന്നത്? ഞാൻ പാനിക്കൊന്നും ആവുമല്ലോ. സാറ് കാര്യം പറ.
കാണണം എന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. മരിച്ചുപോയ അമ്മയെ കാണണമെന്ന് മോനാഗ്രഹം പറഞ്ഞതിന് ഞാൻ മോന്റെ കൂടെ ഒന്ന് വാട്ട് സാർ എന്താ ഈ പറയുന്നേ? ഞാൻ മുഴുവൻ ഒന്ന് പറയട്ടെ മിസ്റ്റർ. എന്നെ താനൊന്ന് ഹെൽപ്പ് ചെയ്യണം. വെറുതെ വേണ്ട. തൻ്റെ ഓരോ ദിവസത്തെയും കൂലിയായിട്ട് താൻ വിചാരിക്കുന്നത് അതായത് ഐസക്, എൻ്റെ മോൻ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യ മരിച്ചിട്ടില്ല എന്നാണ്. ഞങ്ങൾ എൻ്റെ വൈഫ് മരിച്ചു പോയ കാര്യം ഞങ്ങൾ എൻ്റെ മോനോട് പറഞ്ഞിട്ടുമില്ല. അവനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എൻ്റെ വൈഫ് എന്നെ വിട്ട് പിണങ്ങി അകന്ന് നിൽക്കുവാണെന്ന്. അതുകൊണ്ടാവാം വഴി വെച്ച് നിന്നെ കണ്ടപ്പോൾ എൻ്റെ വൈഫായിട്ട് അവനെ ഫീൽ ചെയ്തതും. അത് കുറച്ച് ദിവസങ്ങളായി അവൻ ഭക്ഷണമൊന്നും കഴിക്കാതെ വീട്ടിൽ പട്ടിണിയാണ്. പെട്ടെന്ന് മരിച്ചുപോയ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അവൻ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ മോന് ബോർഡിങ്ങിൽ അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്. അവൻ 1 മാസം കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. അതുവരെ അവൻ്റെ അമ്മയായിട്ടൊന്ന് താനൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി. എന്നത് ബോർഡിങ് പെൺവേഷത്തി 1 മാസം? എടാ അളിയ, നീ അപ്പൊ പെണ്ണായിട്ട് മിണ്ടാതിരിക്കറ. സാർ എന്താ ട്വന്റി 4 അവേഴ്സും പെണ്ണായിട്ട് അഭിനയിക്കാന്ന് വെച്ചാൽ അത് ഭയങ്കര റിസ്ക് കൂടിയ കാര്യമല്ലേ? ഡാബിലെ റിസ്ക് കൂടുതലുള്ളത് കൊണ്ടല്ലേ നീ പറഞ്ഞ തുക തരാനും തയ്യാറായത്. പിന്നെ എന്താ നീ പിന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവൻ റെഡിയാണ് സാർ. എടാ നീ ഒന്നും പറയണ്ട. ഓക്കെ. എന്നാ വലിയ വീടെന്റെ അളിയാ. നീ 1 മാസം ഈ വീട്ടിലാണോ തങ്ങാൻ പോകുന്നു? ഭാഗ്യവാൻ. എടാ എന്നെ കൂടി എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയടാ.
നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ ഇടിച്ചു കയറ്റാൻ ഞാൻ ശ്രമിക്കാം. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇവിടെ പേടിയാകത്തട. കണ്ടിട്ട് ഭാർഗവി നിലയം പോലെ എനിക്ക് തോന്നുന്നത്. ആ, നീ ഇവിടെ നിൽക്ക്, ഞാൻ ആ സാറിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ സാർ, ഞാൻ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. അവനെ കോളിംഗ് ബെല്ലിടാം. ശരി സാർ. ഐഷു വീടിന്റെ കോളിംഗ് ബെല്ലിട്ടതും വാതിൽ തുറന്ന ജാനറ്റ് ഐഷുവിനെ കണ്ട് അമ്പരന്നു. ജിയമോളെ. സോറി, കുറച്ചു നേരത്തേക്ക് ഞാൻ പെട്ടെന്ന് ജിയമോള് മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. രണ്ടുപേരും അകത്തേക്ക് വാ. മോൻ എല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വരൂ, അകത്ത് വരൂ. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ അല്ലേ രണ്ടുപേരും വന്നത്? ബാഗ്സ് ഒക്കെ എന്ത് ചെയ്യും? അപ്പൊ എന്നെ കൂടി അഡ്ജസ്റ്റ് ചെയ്താ? ബാഗ് കൊടുത്തോണ്ട് വന്നാ മതിയായിരുന്നു. സാർ, പിന്നെ ഐഷു മാത്രമേ ബാഗുമായിട്ട് വന്നുള്ളൂ. ഞാൻ പോയി വീട്ടിൽ പോയി ബാഗ് എടുത്തോണ്ട് വരാം. താൻ കൊണ്ടുവന്നില്ലെങ്കിൽ താൻ വരണ്ട. തൽക്കാലം ഐസക്ക് മാത്രം മതി ഇവിടെ. കാരണം ചിലപ്പോൾ തന്നെ കാണുമ്പോൾ എൻ്റെ മോൻ താൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ മറുപടി ഉണ്ടാവില്ല. ചേട്ടാ, വല്ലാത്ത ചതിയായിപ്പോയി. അതെ സാർ, എനിക്ക് ഇവൻ കൂടി ഉണ്ടെങ്കിൽ ഒരു കംഫർട്ടബിൾ ഉള്ളു. അതുകൊണ്ട് ഇവനെ കൂടി എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ എന്താ ഈ വായി നോക്കിക്കൊണ്ടിരിക്കുന്നേ? സാർ, സാർ. ഐ ആം സോറി.